മോന്റെ ലൈഫിലെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ച് തന്ന ആ ഒരു ഫസ്റ്റ് അത് ഗുരു ആരായിരിക്കും? അത് ആനന്ദ് കാവുമ്പട്ട സാറാണ് കോഴിക്കോടില്. അതാണ് ഗുരു. പിന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്? 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു സാറ്. അപ്പൊ നന്നായിട്ട് പാടുമ്പോ ഉകാരൊക്കെ വെച്ച് പാടണം, അങ്ങനെയൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്ന് ഗുരു ഒക്കെ എല്ലാം ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് അനുഗ്രഹിച്ചൊക്കെ വിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയും ചേച്ചിയും അപ്പയും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതാക്കി. ഓക്കെ, ഇനി ഒരുപാട് പേര് മോൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാവർക്കും ആവിർഭാവം ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടേഴ്സ് ആണ് മൊത്തം. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങളെല്ലാവരും ഇങ്ങനെ വോട്ട്സ് ഒക്കെ ചെയ്തു എല്ലാം ചെയ്തിട്ടും നിങ്ങളൊക്കെ ഇതും എല്ലാം സപ്പോർട്ട് ചെയ്തും അമ്മയും അച്ഛനും ചേച്ചിയും നിങ്ങളും എല്ലാവരും ചെയ്ത് വോട്ടൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ആവിർഭാവിനെ പറ്റി ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടേക്കുന്നത്, നല്ലൊരു പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു കിഡിലും ഡാൻസറും കൂടെ ആണെന്നാണ്. അല്ലേ? അപ്പോ എനിക്ക് വേണ്ടി ഇവിടെ ഒരു പാട്ടിന് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു ആവിർഭാവിനെ. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? എന്നാ കളിക്ക്, കാണട്ടെ. പാട്ടിന് പാട്ട്, ഡാൻസിന്റെ ഡാൻസ്, 4 ഭാഷകളിലുള്ള കഴിവ് എല്ലാം സെറ്റാണ്. എനിക്ക് വേറൊരു സംഭവം, നല്ല കിടിലൻ ലുക്കിൽ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ഫേസ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ സുന്ദര കുട്ടപ്പനായിട്ട് ഹെയർ ഇങ്ങനെ തന്നെയാണോ? ഉണ്ടാക്കി വെച്ച വിഗൊന്നും അല്ല, ഒറിജിനൽ ഹെയർ തന്നെയാണെന്നാണോ? ആരാ ഹെയർ സ്റ്റൈലിസ്റ്റ്? ആരാ മോന്റെ? അമ്മയാണ് ഓരോ സ്റ്റൈലൊക്കെ കാണിച്ചു തരുന്നേ. ഈ സ്റ്റൈലൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കും, പിന്നെ പരത്തി വെക്കും. അത് ശരി. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് ഒരൊറ്റ ഹെയർ സ്റ്റൈൽ അറിയുന്നായിരുന്നുള്ളൂ, ഇങ്ങനെ ഒരു സാധനം. അതും അമ്മ ഒഴികെ ബാക്കിയല്ല. ഞാൻ കുട്ടിക്കാലത്ത് മറ്റേ 2014 വന്നപ്പം അമ്മ എനിക്ക് മുടി വന്നായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പരത്തി കൂട്ടപ്പനാക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും അങ്ങനെ. മോൻ ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ നോക്കുന്നത്, ഇങ്ങനെ ബോക്സ് ടൈപ്പാ, ഇവിടെ ഇങ്ങനെ മുകളിലോട്ട്. ഓക്കെ, അടുത്ത പ്രോഗ്രാമിന് പോകുമ്പോ അമ്മ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം, അവന്റെ ഒരു ആഗ്രഹമാണ്. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മോന് കുറെ പാട്ട് പാടാനുള്ള കാര്യങ്ങളും കുറെ സ്റ്റേജസും എല്ലാം കിട്ടി, വലിയൊരു പാട്ടുകാരനാവട്ടെ. അപ്പൊ ലാലേട്ടനൊക്കെ കാണുമ്പോ ലാലേട്ടനൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് ലാലേട്ടന്റെ ഒരു പാട്ടിലും മോനൊരു അവസരം കിട്ടട്ടെ. ഓക്കെ. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഈ ഒരു ഷോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഹിന്ദിയിൽ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ ആവിർഭവ് റെഡിയാണ്. റെഡി അല്ലേ? ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ, കാരണം ഹിന്ദി അവിടെ റിയാലിറ്റി ഷോയിൽ മോൻ ഷോ ആങ്കർ ചെയ്തിട്ടുണ്ടായില്ലേ? അപ്പൊ തുടങ്ങിക്കോ, എന്തൊക്കെയാ പറയേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട്